IVF ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഫെയിലിയർ ആയി നോക്കും, എത്ര വട്ടം അവർക്ക് ഇത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്? ഈ ഫസ്റ്റ് IVF എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡയഗ്നോസ്റ്റിക്കും കൂടെയാണ്. നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഇവർ പ്രഗ്നൻ്റ് ആവാത്തതെന്ന്. നമ്മൾ എഗ്ഗ് എടുക്കണമെന്ന് പറഞ്ഞില്ല, അപ്പോൾ നമുക്ക് ഈ എഗ്ഗ് എടുക്കുമ്പോൾ നമുക്കറിയാം അവരുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയാം. അതേപോലെ ഇത് എഗ്ഗും സ്പേമായിട്ട് യോജിച്ച് ഭ്രൂണമാകുമ്പോൾ ഈ ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പോൾ ഈ എംബ്രിയോസ് നമ്മൾ ആക്ച്വലി ഗ്രേഡ് ചെയ്യും, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4. അപ്പോൾ ഇതെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് അവർക്ക് നല്ല എഗ്ഗ് വന്നു, നല്ല സ്പേം വന്നു, പിന്നെ നല്ല എംബ്രിയോസ് വന്നു, യൂഷ്വലി 50 to 60% ആൾക്കാർ അതിൽ പ്രഗ്നൻ്റ് ആവും. ആവാത്തത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബാക്കി എംബ്രിയോസ് ഉണ്ടെങ്കിൽ, അപ്പോൾ ചിലപ്പോൾ ആദ്യത്തേലാവും, ചിലപ്പോൾ രണ്ടാമത്തേലാവും, ചിലപ്പോൾ മൂന്നാമത്തേലാവും. സപ്പോസ് ഇവർക്ക് ഫസ്റ്റിൽ തന്നെ ഇവരുടെ എഗ് ക്വാളിറ്റി നല്ലതല്ല, ഇവരുടെ എംബ്രിയോ ക്വാളിറ്റി നല്ലതല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായില്ലേ ഇവർക്ക് ഇത് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ട് കാര്യമില്ല എന്ന്. അങ്ങനെയാകുമ്പോൾ നമ്മൾ സെക്കൻഡ് IVF നമ്മൾ കുറച്ച് ചേഞ്ച് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ചേഞ്ച് ചെയ്യും, പ്രോട്ടോകോൾസ് ചേഞ്ച് ചെയ്യും. പിന്നെ ചിലപ്പോൾ അവർക്ക് നമ്മൾ അഡീഷണൽ പ്രൊസീജിയേഴ്സ്, അതായത് ഹിസ്ട്രോസ്കോപ്പി നോക്കും, ഇവരുടെ ഗർഭപാശത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കും. പിന്നെ ചിലപ്പോൾ ലാപ്രോസ്കോപ്പി എന്ന് ചെയ്യും, ഇവരുടെ ട്യൂബ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കും. അതല്ല വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഇവരുടെ ഇംപ്ലാന്റേഷനെ എതിർക്കുന്നുണ്ടോ നോക്കും. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ടൈം ചെയ്യാം. അതല്ല പിന്നെ 2-3 പ്രാവശ്യം സപ്പോസ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത്, പിന്നെ അതുപോലെ മെറ്റേണൽ ഫാക്ടേഴ്സ്, അമ്മയുടെ ശരീരത്തിൽ എന്തെങ്കിലും ഈ ഇംപ്ലാന്റേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യും. അതെ, ഹെൽത്ത് ഇഷ്യൂസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. പിന്നെ ഈ മെറ്റേണൽ ആൻറ്റിബോഡീസ് ഉണ്ട്, ദാറ്റ് പ്രിവെൻറ്റ്സ് ഇംപ്ലാന്റേഷൻ, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് ഈ ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റി. യൂഷ്വലി എന്തുകൊണ്ട് ഇംപ്ലാന്റേഷൻ വരുന്നില്ല, ഒന്നില്ലെങ്കിൽ മെറ്റേണൽ കോസ് അല്ലെങ്കിൽ ഫീറ്റൽ കോസ്. മെറ്റേണൽ കോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓട്ടോ ആൻറ്റിബോഡീസ്, അതായത് അമ്മേൻ്റെ ശരീരം വിചാരിക്കുന്നത് ഇതൊരു ഫോറിൻ ബോഡിയാണ്, അപ്പോൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യരുതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഡിസിൻ കൊടുക്കാം. സെക്കൻഡ് തിങ് ഈസ് നമ്മൾ എംബ്രിയോസിൻ്റെ ക്വാളിറ്റി. എംബ്രിയോസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി അവരുടെ ക്രോമസോംസ് എല്ലാം കറക്റ്റ് നമ്പർ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഒരു യൂപ്ലോയിഡ് എംബ്രിയോ, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു എംബ്രിയോ, ജനറ്റിക്കലി നോർമൽ ആയിട്ടുള്ള എംബ്രിയോ എന്ന് പറയും, അതുണ്ടെങ്കിൽ മാത്രമേ പിടിക്കുകയുള്ളൂ. അപ്പോൾ സപ്പോസ് ഇവർക്ക് അന്യൂപ്ലോയിഡ് എംബ്രിയോസ് ആണ്, അതായത് ജനറ്റിക്കലി അബ്നോർമൽ ആയിട്ടുള്ള എംബ്രിയോസ് വരണമെങ്കിൽ ഇതുപോലെ ഇംപ്ലാന്റേഷൻ കുറയും. അപ്പോൾ അതിന് നമുക്ക് ഈ പറഞ്ഞ PGT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, നമുക്ക് യൂപ്ലോയിഡ് എംബ്രിയോസ് കണ്ടുപിടിക്കാനുള്ളത്. സോ നമ്മളിപ്പോൾ ഒരു IVF ഫെയിലായി നെക്സ്റ്റ് IVF ചെയ്യുമ്പോൾ നമ്മളിതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ വെറുതെ അതേപോലെ തന്നെ ചെയ്തിട്ടിരുന്നാൽ ചിലപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഫെയിലിയേഴ്സ് വരും. അപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു മാക്സിമം 3-4 പ്രഗ്നൻസി വരും, എന്തായാലും പ്രഗ്നൻസി വരും. പിന്നെ അതേപോലെ ഉണ്ട്, ഇപ്പോൾ ഏജ് കൂടിയ ലേഡീസിന് നമുക്ക് എന്താ പറയുക, അവരുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി എന്തായാലും മോശമായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് മേ ബി ദേ വിൽ ഹാവ് ടു ഗോ ഫോർ ഡോണർ എഗ്സ്. പിന്നെ ഇപ്പോൾ യൂട്രസ് അത്ര ഡാമേജ്ഡ് ആയിട്ടുള്ള യൂട്രസ് ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ IVF ഫെയിലിയേഴ്സ് വന്നു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സർജറീസ് കഴിഞ്ഞ യൂട്രസ് ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ മേ ബി അവർക്ക് സറോഗസിക്ക് പോകേണ്ടി വരും. If you can dream it, you can do it. Dream Flower IVF Center, the exclusive IVF center, Kasaragod, Kerala, India.